നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീക്കാൻ അലാറം പോലും വെക്കില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്ന ജോലിയായിരിക്കും അത്. എൻ്റെ പഴയ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം, ഞാൻ ആദ്യം ആരാധന റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പുതിയതായിട്ട് പ്രവാസിയാവുന്ന ആൾക്കാരൊക്കെ ഒരു 2 വർഷമെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ വർക്ക് ചെയ്യണം. അപ്പോൾ ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. രാവിലെ തന്നെ അലാറം വെച്ച് നീച്ചു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു അലാറം അടിച്ചു കഴിഞ്ഞ് അപ്പുറത്തോന് എണീച്ചാലും നമ്മൾ എണീച്ചിട്ടുണ്ടാവില്ല. വാഷ്റൂമിന്റെ മുന്നിൽ ബ്രഷും പിടിച്ചിട്ട് ഒരു നിർത്തേക്കരം. എന്നിട്ട് പിന്നെ ബാത്റൂമിലുള്ള ആൾ ഇറങ്ങി വരുമ്പോഴായിരിക്കും തട്ടി ഒരു എടാ ബാത്റൂം കഴിഞ്ഞു, അപ്പോഴേക്കും അറിയാം വാഷ്റൂമിന്റെ മുന്നിൽ ക്യൂയിലാണെന്ന്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പൊ ഒരു രസമാണ്. ഇന്നിപ്പോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഓട്സും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാം. ചായടിക്കാതിരിക്കുമ്പോൾ ന്യൂസ് കാണുന്നത് ഒരു നല്ല കാര്യമാണ്. ഇന്ന് നമുക്ക് വർക്കുള്ളത് ഷാർജ അജ്മാൻ. ടോട്ടൽ ഇന്ന് നമുക്ക് 3 വർക്ക് ഉണ്ട്. ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തത് ശരിക്കും ഒരു 11 മണിക്ക് ഇറങ്ങാനാ. ഇപ്പൊ സമയം 2:30 പുറത്ത് പിന്നെ പറയണ്ടല്ലോ, നല്ല ചൂടാ. ഇന്നിപ്പോ നമ്മുടെ ടീമിലുള്ളത് ടീം ലീഡർ സൈദിക്ക, പിന്നെ രോഹിത്, നാൻസി, ബിൻഷിത. രോഹിത് എന്ന് പറയുമ്പോൾ മല്ലൂടി XP കറാമ, എല്ലാവർക്കും അങ്ങനെ പറഞ്ഞാലേ അറിയുണ്ടാവുള്ളൂ. നമ്മളൊരു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യും, എന്നിട്ട് നമ്മൾ ഷൂട്ടിന് ഇറങ്ങുള്ളൂ. ഓൾമോസ്റ്റ് ഇവിടുത്തെ ഷൂട്ടൊക്കെ തീരാറായി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടുന്ന് വേഗം ഇറങ്ങാൻ നോക്കി, കാരണം നമുക്ക് വേറെ 2 ഷൂട്ടുള്ളതാണ്. അടുത്ത ലൊക്കേഷൻ അത് നമുക്കൊരു ലേഡീസ് സലൂണാണ്. ആദ്യം നമ്മൾ കണ്ടന്റൊക്കെ റെഡിയാക്കി. ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ടയേർഡായിരുന്നു. കുറെ ട്രാവലൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം. ഒരു വർക്ക് ഉള്ളത് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റിച്ചു. പിന്നെ വരുന്ന വഴിക്ക് ഒരു ചായ എല്ലാം കുടിച്ചിട്ട് ഇതാ ഇത്ര ഉള്ളപ്പം ഇന്നത്തെ